ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഇറങ്ങിയ എമ്പുരാൻ്റെ ടീസറിനെ കുറിച്ചാണ്. എമ്പുരാൻ്റെ ടീസർ 2 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ടീസറായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അതിനകത്തൊന്നും വലിയതായിട്ടൊരു പ്രതീക്ഷയും തോന്നുന്നില്ല ആ ടീസർ കണ്ടിട്ട്. കാരണം അത്രത്തോളം ഒരു നമ്മുടെ KGF അല്ലെങ്കിൽ അതുപോലുള്ള സിനിമ നൽകുന്നൊരു ഫീൽ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. കുറേ നല്ല ഷോർട്സുകളും കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുള്ളതല്ലാതെ അതിനകത്തുനിന്ന് ഒരു മെച്ചമുള്ളതായിട്ട് തോന്നുന്നില്ല. അത് നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. പിന്നെ ഇനി പറയാനുള്ളത്, നമ്മൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ വിജയിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഹൻലാലിൻ്റെ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ട് മടത്തി കൊടുത്തടി, അതുപോലെ വെള്ളയും എടുത്ത് മുണ്ട് കൊടുത്ത് വരുമ്പോഴത്തേക്കും ലാലേട്ടനെ കാണാൻ നല്ലൊരു പ്രത്യേക സ്വാഗാണ്. പക്ഷേ ഇതിനകത്ത് ഈ കോട്ടും കയറ്റി മറ്റേ മോഹൻലാൽ കോട്ടിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്? സാഗർ ഏലിയാസ് ജാക്കി. ആ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് അതുപോലുള്ള സിനിമയല്ല ഇഷ്ടം. ലാലേട്ടനായിട്ട് അവതരിപ്പിക്കണം. അത് ലൂസിഫറിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ എമ്പുരാനിലോട്ട് വന്നപ്പോൾ ആ ഒരു സുഖം കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലാലേട്ടനെ മുണ്ടെടുത്ത് കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഇതുപോലെ ചേരാത്ത വേഷം കെട്ടി, കോമാളി വേഷം കെട്ടി നടക്കാനാണോ? ഇത് പല രീതിയിലും മോഹൻലാലിനെ സ്റ്റൈലിഷ് ആക്കി കാണണമെന്ന് ആഗ്രഹമുള്ള ഫാനിൻ്റെ ഒരു പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മോഹൻലാൽ ഫാനിൻ്റെ ഒരു ആഗ്രഹമായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഈ പൃഥ്വിരാജിൻ്റെ ഒരു റോള് കണ്ടായിരുന്നു നിങ്ങൾ ഇന്നത്തെ പൃഥ്വിരാജ് തൊപ്പിയൊക്കെ വെച്ചുള്ള വേഷം. അത് എനിക്ക് തോന്നുന്നു ഈ 2025 ഏറ്റവും മികച്ച ഹാസ്യതാരത്തിനുള്ള അവാർഡ് മിക്കവാറും പൃഥ്വിരാജ് വാങ്ങിയത് എനിക്ക് തോന്നുന്നു. ഇതുപോലുള്ള വേഷങ്ങളാണ് മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന വേഷങ്ങളാണ് ചെയ്യാൻ മോഹൻലാൽ. അല്ലാതെ ഈ എമ്പുരാൻ കൊടുത്ത ഞാൻ എമ്പുരാൻ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം ഇതിനകത്ത് കുറച്ച് സീനിലെങ്കിലും മോഹൻലാലിൻ്റെ നമ്മുടെ പഴയ ലാലേട്ടൻ അല്ലെങ്കിൽ പഴയ ലാലേട്ടൻ എന്ന് പറഞ്ഞില്ല, ലൂസിഫറിൽ കണ്ട ലാലേട്ടനെ കാണാൻ കഴിയുമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ ടീസറിനകത്ത് ഒരു പൊടിക്ക് പോലും ആ ഒരു ഇത് കാണാൻ, ഇത് മൊത്തം കോട്ടും ഇട്ടുള്ള സ്റ്റൈലിഷ് വേഷം തന്നെയാണ് മോഹൻലാലിന് പൃഥ്വിരാജ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പം എനിക്ക് ഇതുപോലുള്ള വേഷങ്ങളിൽ മോഹൻലാലിനെ കോമാളി വേഷം കെട്ടി മോഹൻലാലിനെ കാണുന്നതിന് എനിക്കിഷ്ടം. ഈ തോക്കൊക്കെ വാരി കൂട്ടി പിടിച്ച് നിൽക്കുന്നതിനേക്കാളും മറ്റേ നമ്മുടെ ആണ്ടമംഗത്തി പിടിക്കുക, അതുപോലുള്ള സ്റ്റൈലുള്ള ഫൈറ്റും അതുപോലുള്ള അടിയും കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അതുപോലുള്ളൊരു കഥ കാണാൻ വേണ്ടി കുറച്ച് സ്ഥലത്തൊക്കെ വേണമെങ്കിൽ ഫ്ലാഷ് ബാക്ക് പറയാം. പക്ഷേ ഇത് ഫുള്ള് ഫ്ലാഷ് ബാക്കും ബാക്കിയുള്ള കാര്യങ്ങളും മറ്റേ ഇതുമായിട്ട് കേരളത്തിലെ കുറച്ച് സീനും മറ്റേ ബാക്കിയുള്ള എല്ലാം അവിടുത്തെ സീനുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് സീൻ അവിടത്തെ വെച്ച് ബാക്കി കേരള തനിമയോടുകൂടി നമ്മുടെ ലൂസിഫറിൻ്റെ ബാക്കിയായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിലെത്തേണ്ട സിനിമയെ ഇതുപോലുള്ള കോമാളി വേഷം കിട്ടി മോഹൻലാലിൻ്റെ സമയം ശരിയല്ലെന്ന് പറയുന്നത് ശരിയാണ്. ഈ ലൂസിഫറിൽ എമ്പുരാനിൽ പോലും മോഹൻലാൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം ആ രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മോഹൻലാലിനെ നിങ്ങൾ ഇതുപോലുള്ള കോമാളി വേഷത്തിലാണോ കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു മോഹൻലാൽ ഫാനാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വേഷത്തിലാണോ മോഹൻലാലിനെ കാണാൻ ആഗ്രഹിക്കുന്നത്? അതോ നമ്മുടെ ലൂസിഫറിൽ മുണ്ടും വളർത്തി കുത്തി ഉള്ള ആ ലാലേട്ടനെയാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചത്? ഞാൻ കാണാൻ ആഗ്രഹിച്ചത് എനിക്ക് ലൂസിഫറിലെ ലാലേട്ടനെയാണെന്ന് എനിക്ക് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. അപ്പം നിങ്ങൾ മോഹൻലാലിന് ഇതുപോലുള്ള സ്റ്റൈലിഷ് എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലത്തെ സ്റ്റൈലിഷ് എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള വേഷം കെട്ടിപ്പിച്ച് നടത്തി ഒരുക്കി ഇറക്കി നിർത്തുന്നതാണോ, അതോ നമ്മുടെ കൊമ്പനായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ മുണ്ടൊക്കെ മറത്തി കുത്തി വരുന്ന ലാലേട്ടനെ കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. ഞാൻ പറയുന്നത് എനിക്ക് മോഹൻലാലിന് ഇഷ്ടമാണ്. അപ്പോൾ മോഹൻലാലിനെ ഞാൻ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് എനിക്ക് ലൂസിഫറിൽ കിട്ടിയത്. പക്ഷേ എമ്പുരാൻ്റെ ടീസർ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊന്നും ഒരു പ്രതീക്ഷയില്ല. ഇങ്ങനെയല്ല ഞാൻ ലാലേട്ടനെ കാണാൻ ആഗ്രഹിച്ചത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.